ബോഡി മീറ്റിംഗിൽ നമ്മൾ ഈ പറയുന്ന യുവ നടന്മാരോ നടിമാരോ ആരും തന്നെ പറയത്തക്ക രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിന് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചേച്ചി യുവാക്കള് നമ്മളെ സംഘടനയിൽ ഇഷ്യൂവിൽ നിന്നോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നോ മാറി നിൽക്കപ്പെടുന്നത്? ഒരു സംഘടന എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വേണം. ഇതിൽ നമ്മൾ അഭിനയിക്കുന്ന എല്ലാവരും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് ആ ഒരു ദിവസം എല്ലാവരും കൂടെ ആലോചിച്ച് ജനറൽ ബോഡി തീരുമാനിക്കുന്നത്. അതാണ് ഒരു സംഘടനയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി അംഗീകാരം കിട്ടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ തവണ തന്നെ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ശ്വേതാ മേനോൻ വന്നപ്പോഴാണെങ്കിൽ ഞാൻ വിചാരിച്ചത് സ്ത്രീകളാവുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇത്ര നാളും പുരുഷന്മാരും മക്കള് ആണുങ്ങൾ ഇതായി, ഇനി പെണ്ണുങ്ങൾ വരുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മേഘോപമിച്ച് നമ്മുടെ കുറേ അതിനകത്ത് ഏറ്റവും വിഷമമുള്ളൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ നിസ്സഹായാവസ്ഥയിൽ എന്ത് ചെയ്യണം, ആരെങ്കിലും പറയുമ്പോൾ കൈ പൊക്കണോ, അവർക്ക് സപ്പോർട്ട് ചെയ്യണോ, ഇവർക്കാണോ സപ്പോർട്ട് ചെയ്യണേ എന്നറിയാൻ പറ്റാത്ത കുറേ ആളുകൾ അതിനകത്തുണ്ട്. എനിക്കറിയാം അവരുടെ വിഷമം എന്താണെന്ന്. ഈ മരുന്നാണെങ്കിലും ഈ ഒരു കൈനീട്ടാണെങ്കിലും മേടിച്ച് ജീവിക്കുന്ന കുറച്ച് പേര് അതിനകത്തുണ്ട്. എനിക്ക് അവരെ കുറിച്ച് ഓർത്താണ് ദുഃഖം. കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, അവരെന്താ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ശ്വേതാ മേനോൻ ഇരുന്നിരുന്ന പ്രസിഡന്റായിട്ട് ഇരുന്നിരുന്ന ഈ അമ്മയില് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം. എന്താണ് സംഭവിച്ചത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ്. അതിനുവേണ്ടി ഞാൻ മാക്സിമം സ്ട്രഗിൾ ചെയ്തു. രാജിവെച്ച് പോവാതിരിക്കാനും. ഇറങ്ങിപ്പോ എന്ന് ഒരിക്കലും ആരോടും പറയരുത്. ഒരു സംഘടനയ്ക്കകത്ത് നമ്മൾ ആരോടും നിങ്ങൾ എന്താ ഇറങ്ങിപ്പോവാത്തെന്ന് ചോദിക്കാൻ പാടില്ല. തെറ്റാണത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തെറ്റുണ്ടോ മാറ്റി വെച്ചു എല്ലാവരും കൂടെ സംസാരിച്ച് സോൾവ് ചെയ്ത് പോവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇല്ല പറ്റില്ല പറഞ്ഞ് മനസ്സിലായി തൽക്കാലം മാറി നിൽക്ക്, അഡ്കോ കമ്മിറ്റി വന്നിട്ട് നമുക്ക് അടുത്ത ജനറൽ ബോഡിയിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ അവിടെ കിടന്ന് വെല്ലുവിളിയും ബഹളമൊക്കെ കാണിച്ചാൽ ഇതെല്ലാം പുറത്ത് വന്ന് ജനങ്ങളുടെ ഇടയിലും ആൾക്കാരുടെ ഇടയിലും നമ്മുടെ സംഘടനയ്ക്കാണ് അതിൻ്റെ ഒരു ചീത്തപ്പേര് വരുന്നത്. ഇതിപ്പം ഈ ഒരു അമ്മയിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് നമ്മൾ പോകണം ചേച്ചി. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. ഓക്കെ, നമുക്ക് ആഴത്തിൽ തന്നെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. കാരണം ഇത് തുടങ്ങുന്നത് എൻ്റെ ഒരു അറിവിൽ ഇത് തുടങ്ങുന്നത് അമ്മയുടെ ഒരു എന്താ പറയാ കുടുംബ സംഗമത്തിന്റെ പ്രോഗ്രാം, ഡാൻസിന്റെ പ്രോഗ്രാമിന്റെ ഇടയിൽ തോന്നുന്നു ചേച്ചി ആ ഡാൻസിന്റെ ഒരു ഭാഗമായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ലക്ഷ്മിപ്രിയ ചേച്ചി ഈ അടുത്ത് കൊടുത്ത ഇന്റർവ്യൂവിൽ അടക്കം പറയുന്നുണ്ടായിരുന്നു ആ ഡാൻസിന്റെ ഇടയ്ക്ക് സജിത ബേട്ടി അങ്ങനെ ഒരു പേര്, പല പേരുകളും ലക്ഷ്മിപ്രിയ ചേച്ചി എടുത്തിടുക, അവര് റൂമിൽ പൂട്ടിയിട്ടു, നീന കുറുപ്പ് പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ പല അലിഗേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ആ ഡാൻസിന്റെ അവിടെ മുതലാണ് ഈ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ ആ പരിപാടി ചേച്ചി ഉണ്ടായിരുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ശരിക്കും എന്താ അതിൽ സത്യാവസ്ഥ? അത് കുടുംബസംഗമം ഞാൻ ആകെ ആ തിരുവാതിരകളിയും വേറെ 2 മാത്രമേ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് സൈതാബേട്ടി ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവർ ഈ ഡാൻസ് ലീഡ് ചെയ്ത് കളിച്ചിരുന്നതിൽ സവിതാബേട്ടിക്ക് ലീഡിങ് ഇല്ലായിരുന്നു, കുറച്ച് പുറകിലാണ്. ഞങ്ങളൊക്കെ രാധമാരുടെ ഇങ്ങനെയായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻസ് കുറവാണ്. അപ്പോ ആ സമയത്ത് ഡ്രസ്സ് എല്ലാവർക്കും ഈ ലക്ഷ്മി തന്നെയാണ് എല്ലാവർക്കും എടുക്കണതും ഒക്കെ. ലക്ഷ്മിപ്രിയ ഇവൾക്കും ഡ്രസ്സ് എടുത്തിരുന്നു, ടൈമിന് വരണം എന്ന് പറഞ്ഞു. അതിൽ ചെയ്തുകൊണ്ടിരുന്ന രൂപശ്രീ ആ സമയത്ത് വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴും ഞങ്ങൾ സവിതാ ബേട്ടിനെ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ ചോദിച്ചു വന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. വരട്ടെ ഇനിയിപ്പോ വേറെ അവിടെ പോയി വിട്ടു, കാരണം ഞങ്ങൾക്ക് ടൈമായി കയറാൻ. ഞങ്ങൾ കയറി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചോദിച്ചു എന്താണ്, ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചു സവിതാ ബേട്ടി എന്തുകൊണ്ട് വരാഞ്ഞെന്ന് സംസാരിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി വരാഞ്ഞ്. എന്നോട് ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഞാൻ അവിടെ ഫാഷൻ ഷോന്റെ അവിടെ നിൽക്കുമായിരുന്നു, സമയമായിട്ടില്ലെന്ന് വിചാരിച്ചു, ഇത് കഴിഞ്ഞിട്ടല്ലേ അതെന്ന് വിചാരിച്ചു. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു നീയുള്ള പ്രോഗ്രാം സ്റ്റേജിൽ കയറി. ഇതാണ് എനിക്ക് കിട്ടിയ റിപ്ലൈ. ലക്ഷ്മിക്ക് കിട്ടിയ റിപ്ലൈ എന്താന്ന് വെച്ചാൽ ആരോ പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ലക്ഷ്മി കേട്ടത് പറയില്ല. പക്ഷെ ഞാൻ കേട്ടത് ഇങ്ങനെയാ, അവിടെ ആരോ ഡ്രസ്സ് ചെയ്യാനും ബ്ലോക്ക് ചെയ്ത് വെച്ചു, അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന്. ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ സവിതാ ബേട്ടിക്ക് എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടോ, ഞങ്ങളെല്ലാവരും അവരുടെ ഫോണിൽ വിളിച്ച് സൈതാനെ കിട്ടിയില്ല. അപ്പോൾ രൂപശ്രീ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴെങ്കിലും ഓടി വരായിരുന്നു, അവർക്ക് വരായിരുന്നു. അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത ഫാഷൻ ഷോയ്ക്ക്. ഈ കുട്ടി പോയി റെഡി ആയിട്ട് വേണം ഫാഷൻ ഷോയ്ക്ക് കയറാൻ. അപ്പൊ അങ്ങനെ കുറച്ച് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തത് ലക്ഷ്മി കേട്ടപ്പോ ഓൾറെഡി നമ്മളൊരു ടീമാണ്, അതിനകത്ത് കുറെ പശപിച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അതൊക്കെ സ്വാഭാവികം, അതൊക്കെ നമ്മൾ അപ്പുറത്തത് കഴിഞ്ഞ് തീരും, അങ്ങനെയാണ്. പക്ഷെ ഇത് കേട്ടത് ലക്ഷ്മി ഇങ്ങനെയാ, ലക്ഷ്മി പ്രിയയുടെ പ്രോഗ്രാമിൽ വിടാതെ മനഃപൂർവ്വം അവിടെ പിടിച്ചു വെച്ചു എന്ന് വേറെ ആരോ ലക്ഷ്മിയെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിച്ചു. ലക്ഷ്മി എടുത്തു ചാടി സംസാരിക്കാൻ ലക്ഷ്മി എന്ത് ചെയ്തു, ആ ഒരു വിഷമം എല്ലാം കൂടെ ലക്ഷ്മിയാണ് അന്ന് ആ സംസാരിച്ചത്.
അത്രയും പ്രശ്നങ്ങളുണ്ടായി അന്ന് ആ ഒരു വോയിസ് വന്നത്. അതെ അതെ ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സംഘടനയ്ക്കകത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന ഒരു വോയിസാണത്. ഇതെങ്ങനെ പുറത്തു വന്നു? അതല്ലേ ചോദിക്കേണ്ട ആദ്യം. എന്താണ് ഇവരുടെ സംഘടനയ്ക്ക് അപ്പോൾ ഈ വോയിസ് അതിനകത്ത് കിടക്കുന്നില്ല? എന്താ ഉള്ളത്? എന്ത് സംസാരിക്കുന്നു? എല്ലാ കാര്യവും പുറത്തറിയാമെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? സംഭവിച്ചതല്ലേ, അത് പോയില്ലായിരുന്നെങ്കിൽ എങ്ങനെ അറിയും? അപ്പൊ ഇതെല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാതെ എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലക്ഷ്മി കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മി പാടില്ല. കാരണം നമ്മളൊരു വോയിസ് ആരെ ചീത്ത പറഞ്ഞാലും എത്ര പറഞ്ഞാലും അവരുടെ മനസ്സും വേദനിക്കും. ആ പറയുന്ന വ്യക്തിയുടെ മക്കളാണെങ്കിലും അമ്മയാണെങ്കിലും പ്രായമുള്ളവരൊക്കെ ഈ സാധനം ഈ എത്രത്തോളം നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട് അത് മുഴുവൻ അവിടെ കിടക്കും. ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. നമുക്ക് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ സാധനം അവിടെ കിടക്കും തോറും ഈ കുട്ടി വളർന്നാലും ഇവരുടെ അമ്മയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ നശിച്ച് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമാണ്. ഞാൻ പറഞ്ഞു തെറ്റാണ് ചെയ്തത്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറയും, എനിക്ക് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് എല്ലാവരും എൻ്റെ സുഹൃത്ത്, ഞാൻ ആരോടും അങ്ങനെ വഴക്കുണ്ടാക്കി പോകാത്ത ആളാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു തെറ്റ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ, ഇനി ഇത് ജീവിതകാലം മുഴുവൻ കിടക്കില്ലെന്ന് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ കേട്ടത് ലക്ഷ്മി വിളിച്ച് മാപ്പ് പറഞ്ഞു, ശ്വേതയുടെ ഫോണിൽ നിന്ന് വിളിച്ച് സോറി പറഞ്ഞു, വിട്ടുകളാന്ന് പറഞ്ഞു, ഇതെല്ലാം അംഗീകരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നമുക്ക് ആ പിക്ചറേ അറിയൂ, നമ്മളൊന്നും ആ സ്ഥലത്തില്ല. അതാ പറഞ്ഞ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഈ കേട്ടറിവല്ലേ നമുക്കുള്ളൂ. എനിക്കും അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചോ സംഭവം സോൾവ് ആയല്ലോ എന്നും. ഇതല്ലാതെ ഇതിനകത്ത് വലിയ വലിയ വിഷയങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അമ്മ എന്ന് പറയുന്ന ആ ഒരു പുണ്യമായ ഒരു പേരിനെയാണ് നമ്മളെല്ലാവരും ഈ അതിനകത്തുള്ള ആൾക്കാർ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത്. എത്ര പേര് അതിനകത്ത്, ഇവർ മാത്രമല്ല ഇതിനകത്ത് ഒന്നും മിണ്ടാതെ ഇപ്പൊ പറഞ്ഞില്ലേ യുവാക്കളായ അജു വർഗീസ് വന്ന് 2 വാക്ക് സംസാരിച്ചിട്ട് പോയി. സത്യം പറഞ്ഞാൽ അജു ഒക്കെയാണ് ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം. തീർച്ചയായും അവരൊക്കെ വരണം. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാരും ധ്യാൻ ശ്രീനിവാസൻ, ഒരുപാട് ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ടൊവിനോ, ഇവരൊക്കെ കയറി വരണം. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്ടാവുന്നറിയോ, ഒരു മാറ്റം. ഇപ്പോ 10 വർഷം ഭരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ സതീശൻ സാറ് കയറി, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും മാറ്റം. ഈ തുടക്കം മാത്രമല്ലാണ്ട് പോയാൽ അവർക്ക് 10 അല്ല 20 വർഷം ഭരിക്കാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണത് അതുപോലെ ഇവരൊക്കെ കയറിയ കുറെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മൾക്ക് നല്ലതാണ് കിട്ടുക. അവരുടെ ചിന്താഗതി വേറെ ആയിരിക്കും, അവര് ക്യാൻവാസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷെ അതിന് പകരം നമ്മൾ സംഘടനയെ അതിനകത്ത് നിന്ന് പറഞ്ഞ് പത്രങ്ങളിലും മാധ്യമങ്ങളും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ആവായിരുന്നില്ലേ. ഞാൻ വേറെ 1-2 കാര്യം അവളോട് പറഞ്ഞുതരാം. അമ്മ സംഘടനയില് പ്രശ്നങ്ങളുണ്ടായി. കുറെ നടന്മാരെ പ്രശ്നമായി, അറസ്റ്റ് ചെയ്യണം, ഇല്ലേ, അറിയാലേ, ആരുടെ പേരൊന്നും പറയുന്നില്ല. ഈ സമയത്ത് ഞങ്ങൾ സ്ത്രീകളായ ഞങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ എത്ര മോശമായ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയോ? ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അറസ്റ്റ് പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റിയിലും മറ്റേ പ്രശ്നം അതിനകത്ത് അന്തസ്സായിട്ട് ചെയ്ത ആളാരാണ്? നിവിൻ പോളി. ഫുൾ തെളിവും കൊണ്ട് കാണിച്ചില്ലേ? അപ്പൊ അതുപോലെ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും തെളിവ് കൊണ്ട് കാണിക്കാം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ല. ഈ ജനങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇപ്പൊ കഴിഞ്ഞോണം യമുന ഒരു ഇന്റർവ്യൂ എടുത്തു. താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതായി കോടതി. ശ്വേതാ മേനോന്റെ ഹർജിയിൽ എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് ഉത്തരവ്. ഉച്ചയ്ക്ക് ശേഷമാണ് ശ്വേത കോടതിയെ സമീപിച്ചത്. അമ്മയുടെ പ്രവർത്തനങ്ങൾ അഡ്ഹോക് കമ്മിറ്റിക്ക് നടത്താൻ അധികാരം ഇല്ലെന്നാണ് ശ്വേതയുടെ വാദം. നിലവിൽ ശ്വേതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും തർക്കങ്ങളും ഏതാനും ആഴ്ചകളായി പൊതുസമൂഹത്തിലും ചർച്ചയായിരുന്നു. സംഘടനയുടെ ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന് പിന്നാലെ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി ഒന്നടങ്കം രാജി പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ രമേശ് പിഷാരടി അധ്യക്ഷനായ അഡ്ഹോക് കമ്മിറ്റിയും നിലവിൽ വന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കൂടിയ അഡ്ഹോക് കമ്മിറ്റി യോഗത്തിന് ശേഷം ശ്വേതാ മേനോൻ അടക്കം രാജി പ്രഖ്യാപിച്ചവർ അമ്മയ്ക്ക് ഔദ്യോഗികമായ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് രമേശ് പിഷാരടിയും അഡ്ഹോക് കമ്മിറ്റി അംഗം കെ.ബി. ഗണേഷ് കുമാറും കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ശ്വേതാ മേനോൻ മറുപടിയുമായി എത്തി. അമ്മയുടെ ബൈലോ പ്രകാരം രാജിവെച്ച കമ്മിറ്റിക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സംഘടനയുടെ ഭരണ ചുമതലയെന്നും അഡ്ഹോക് കമ്മിറ്റിക്ക് സാധുതയില്ലെന്നും ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. ലാലേട്ടന്റെ കമ്മിറ്റി രാജിവെച്ചപ്പോൾ സ്വീകരിച്ചത് ഈ നിലപാടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്മിറ്റിക്ക് മാത്രം ഈ നീതി ലഭിക്കാത്തത്? ചില സ്ഥാപിത താൽപര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രം വേറെ നിയമം അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ്?
അമ്മയുടെ ബൈലോ പ്രകാരം ഒരു കമ്മിറ്റിയെ പാടുള്ളൂ. അത് ഞങ്ങളുടെ കമ്മിറ്റിയാണ്. ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കും വരെ അതാവും തുടരുക. അതിനാൽ അഡ്ഹോക് കമ്മിറ്റി എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് നിയമസാധുതയില്ല എന്നും ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്. ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കെ താൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായ രമേശ് പിഷാരടിയുമായുള്ള ശ്വേതാ മേനോന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നു. എന്തിനാണ് കുറ്റാരോപിതരായ കുറച്ചാളുകൾ മാത്രം ഒച്ചയും ബഹളവും ഉണ്ടാക്കിയത്? കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അങ്കിളിന്റെ കയ്യിൽ നിന്നും സിദ്ദിഖ് എന്തിനാണ് മൈക്ക് വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാണ് അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിയുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയത് എന്നാണ് പുറത്തുവന്ന ഓഡിയോയിൽ ശ്വേതാ മേനോൻ ചോദിക്കുന്നത്. ആ നടന്നത് തെറ്റാണ്. എന്തുകൊണ്ട് ഇതുപോലെ നടന്നുവെന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ 15 ചോദ്യങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയെക്കുറിച്ച് അവരും ചോദിക്കുന്നുണ്ട് എന്ന് രമേശ് പിഷാരടി മറുപടി നൽകുന്നുണ്ട്. അതേസമയം ബാബുരാജേട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താൻ ആരും സമ്മതിക്കാത്തതെന്നാണ് ശ്വേതാ മേനോൻ തിരിച്ചു ചോദിച്ചത്. ജനറൽ ബോഡി യോഗത്തിൽ അപമാനിച്ചതിന് തെളിവുകളുമുണ്ട്. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളമാണ് സ്റ്റേജിൽ നിർത്തി അശ്ലീല വാക്കുകൾ പറഞ്ഞത്. കണക്കുകൾ അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല. ബാബുരാജ് തുടക്കത്തിൽ തന്നെ ബഹളമുണ്ടാക്കി. സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥാപനമായി അമ്മ മാറിയെന്നും ശ്വേതാ മേനോൻ പറയുന്നു. 9 പേരാണ് തനിക്കെതിരെ മീറ്റിംഗിൽ നിന്നത്. മറ്റാരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ശ്വേത പറഞ്ഞു. സ്ത്രീകൾ തലപ്പത്ത് വന്നപ്പോൾ സംഘടന കുളമായി എന്ന പ്രതീതി ഉണ്ടായി എന്നാണ് പിഷാരടി ശ്വേതയോട് പറഞ്ഞത്. ഇനിയും ഒരു അവസരം തരാൻ സാധിക്കില്ലെന്നും അക്കാര്യം തീരുമാനിക്കേണ്ടത് ജനറൽ ബോഡിയാണെന്നും പിഷാരടി പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരാൻ നോക്കിയാൽ നാറിപ്പോകും. നിങ്ങൾ 10 പൈസ കട്ടിട്ടില്ലെങ്കിൽ നിസ്സാരമല്ലേ? ആ കണക്ക് ശരിയാകുമല്ലോ. അത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞാൽ പോരെ? അന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് കൂടി വരണമെങ്കിൽ നിങ്ങളും വരൂ. അതിനെന്താണ് കുഴപ്പം? നിങ്ങളിപ്പോൾ രാജിപ്പേപ്പർ കൊടുത്തില്ലെങ്കിലും പൊതുമാധ്യമങ്ങളിൽ ഉൾപ്പെടെ രാജിവെച്ചുവെന്ന് പറഞ്ഞുപോയ ഒരാളാണ് എന്നും പിഷാരടി പറയുന്നുണ്ട്. കണക്ക് കൊടുത്തില്ല എന്ന വിഷയത്തിൽ രാജിവെച്ചിട്ട് ആ കണക്ക് ഞങ്ങൾ തന്നെ നോക്കണമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്താലും നാട്ടുകാർ സമ്മതിക്കില്ലെന്നും പിഷാരടി പറയുന്നുണ്ട്. ദിലീപിനെ കോടതി വെറുതെ വിട്ടു. എന്നിട്ട് നാട്ടുകാരെ സമ്മതിക്കുന്നുണ്ടോ? നിങ്ങളിനി വന്ന് കണക്ക് ശരിയാക്കിയാലും കള്ളക്കണക്കുണ്ടാക്കി ശരിയാക്കി എന്നേ പറയൂ എന്നാണ്